2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ തിരിച്ചടി നേരിട്ട ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലുള്ള 5 നിയമസഭാ സീറ്റുകളിൽ PJ ജോസഫ് പ്രതിനിധീകരിച്ചിരുന്ന തൊടുപുഴ മാത്രമാണ് 2021 UDFന് വിജയിക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ 2026 ഈ ചിത്രം പാടയം മാറുമെന്നുള്ള കൃത്യമായ സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ തങ്ങൾക്ക് ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളും ഇടുക്കിയിലെ 5-ൽ 5 സീറ്റുകളും തങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടമായത്. ഈ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിജയസാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നാം ആദ്യമായി പരിഗണിക്കുന്ന സീറ്റ് ദേവികുളം സീറ്റാണ്. ദേവികുളം സീറ്റ് 2021 A രാജ എന്ന CPM നേതാവ് വിജയിച്ചു കയറിയ സീറ്റാണ്. ഇത്തവണ ഇവിടെ A രാജയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥിയായി F രാജ കളത്തിലിറങ്ങുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയായി 2011-ലും 2016-ലും CPMൻ്റെ MLA ആയി ദേവികുളത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച S രാജേന്ദ്രൻ മത്സരത്തിനിറങ്ങുന്നു എന്ന കൗതുകവും ദേവികുളവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ശക്തമായ രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്നിരുന്നാൽ പോലും നേരിയ ഭൂരിപക്ഷത്തിന് A രാജ തന്നെ CPMന് വേണ്ടി ഈ നിയോജക മണ്ഡലം നിലനിർത്തും എന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി ഇടുക്കി ജില്ലയിൽ നമ്മൾ പരിഗണിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ഉടുമ്പൻചോലയാണ്. നമുക്കറിയാം 2016-ൽ MM മണിക്കെതിരെ നേരിയ വോട്ടുകൾക്ക്, അതായത് 1500-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ കോൺഗ്രസ് നേതാവ് സേനാപതി വേണുവിനെയാണ് 2026-ലും വീണ്ടും പാർട്ടി കളത്തിലിറക്കിയിരിക്കുന്നത്. 2016-ലും 2021-ലും ഇവിടെ നിന്ന് വിജയിച്ചു കയറിയ MM മണിയെ ഒഴിവാക്കിക്കൊണ്ട് 2011-16 കാലഘട്ടത്തിൽ ഉടുമ്പൻചോലയുടെ MLA ആയിരുന്ന CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK ജയചന്ദ്രനെയാണ് ഇവിടെ CPM വീണ്ടും മത്സരത്തിനിറക്കുന്നത്. MM മണിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ തൻ്റെ അതൃപ്തി മണി തന്നെ പലവട്ടവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെക്കാൾ വലിയ അസുഖക്കാരനാണ് CPMൽ നിന്ന് മത്സരിക്കുന്നത് എന്ന പരിഹാസം MM മണിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത് KK ജയചന്ദ്രൻ്റെ വിജയസാധ്യതകളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. സേനാപതി വേണു ഇവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ സാമുദായിക സമവാക്യങ്ങളടക്കം ഇവിടെ UDFന് അനുകൂലമാകുമെന്നും വിലയിരുത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മണ്ഡലത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടത് അനുകൂല സ്വഭാവം കൊണ്ട് നേരിയ മേൽക്കൈ സേനാപതി വേണുവിന് ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ ഒരു മത്സരം പ്രവചനാതീതമായി മാറിയിരിക്കുന്നു എന്ന വിലയിരുത്തലിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുള്ളൂ. അതിനാൽ തന്നെ ആര് വിജയിക്കുവാനും സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമായി, അല്ലെങ്കിൽ LDFനും UDFനും തുല്യ സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമായി ഉടുമ്പൻചോലയെ വിലയിരുത്തിക്കൊണ്ട് അടുത്ത മണ്ഡലത്തിലേക്ക് നാം പോകുകയാണ്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് പീരുമേട് സീറ്റാണ്. തുടർച്ചയായി CPI വിജയിച്ചു വരുന്ന സീറ്റാണ്. എന്നിരുന്നാൽ പോലും 2016-ലും 2021-ലും നേരിയ വോട്ടുകൾക്ക് മാത്രം ഇവിടെ നിന്ന് പരാജയപ്പെട്ട യുവ നേതാവ് അഡ്വക്കേറ്റ് സിറിയക് തോമസിനെ തന്നെയാണ് UDF 2026-ലും കളത്തിലിറക്കിയിരിക്കുന്നത്. സിറിയക് തോമസിന് അനുകൂലമായി ഇവിടെ ഒരു സഹതാപ തരംഗം തന്നെ രൂപീകൃതമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പീരുമേട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ UDFന് അനുകൂലമായി ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് എതിരായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വാഴൂർ സോമൻ മരിച്ചുപോയതിനെ തുടർന്ന് ആ ഒഴിവിലേക്ക് CPI ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സലീം കുമാർ എന്ന പുതുമുഖ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മണ്ഡലത്തിൽ അത്ര പരിചിതനല്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. സിറിയക് തോമസ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി പീരുമേട്ടിൽ നിന്ന് തുടർച്ചയായി മത്സരിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി, അതായത് ഏറെക്കുറെ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി സിറിയക് തോമസ് ഈ മണ്ഡലം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം UDF പാളയത്തിലേക്ക് എത്തിക്കും എന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. അതായത് ഇടുക്കി ജില്ലയിൽ നാം 3 സീറ്റുകൾ പരിഗണിക്കുമ്പോൾ അതിൽ ഒരു സീറ്റിൽ LDF വിജയം ഏറെക്കുറെ ഉറപ്പിക്കുവാൻ കഴിയും. അത് ദേവികുളമാണ്. രണ്ടാമത്തെ സീറ്റ് ഉടുമ്പൻചോലയാണ്. പ്രവചനാതീതമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് പീരുമേടാണ്. അവിടെ UDFനാണ് കൃത്യമായ മേൽക്കൈയുള്ളത്. അങ്ങനെ സംഭവിക്കുമ്പോൾ 3 സീറ്റ് എണ്ണുമ്പോൾ 1-1 പ്രവചനാതീതം എന്ന നിലയിൽ 2 മുന്നണികളും തുല്യത പാലിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ. നാലാമതായി ഇടുക്കി ജില്ലയിൽ പരിഗണിക്കേണ്ട സീറ്റ് എന്ന് പറയുന്നത് 25 വർഷക്കാലമായി തുടർച്ചയായി റോഷി അഗസ്റ്റിൻ പ്രതിനിധാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് നേതാവും 2ാം പിണറായി മന്ത്രിസഭയിലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയുമായ റോഷി അഗസ്റ്റിൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടുക്കി സീറ്റാണ്. റോഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ 1991 മുതൽ
നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും റോഷി വിജയിച്ചു കയറി. അതിൽ 4 തെരഞ്ഞെടുപ്പുകളിൽ UDF പക്ഷത്തു നിന്നാണ് വിജയിച്ചു കയറിയതെങ്കിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പക്ഷത്തു നിന്നും വിജയിക്കുവാൻ റോഷി അഗസ്റ്റിന് സാധിച്ചു. എന്നിരുന്നാൽ പോലും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് റോഷി അഗസ്റ്റിന് തിരിച്ചടിയാണ്. അതുപോലെ തന്നെ ഒരു ഹൈറേഞ്ച് ജില്ലയായ ഇടുക്കിയിൽ ബഫർ സോണും വന്യജീവി ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ളൊരു വികാരം അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റോഷി അഗസ്റ്റിന് പ്രതികൂലമാകുന്ന ഒരു ഘടകമാണ്. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് ഈ സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു എന്നത് UDFന് വലിയ രീതിയിൽ മുൻതൂക്കം നൽകുന്നുണ്ട്. ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് പ്രചരണത്തിൻ്റെ ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ റോഷി അഗസ്റ്റിൻ്റെ പരാജയം ഏറെക്കുറെ ആളുകൾ മണത്തു തുടങ്ങിയിരുന്നു. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു സംസാരമുണ്ടായി തുടങ്ങിയിരുന്നു. അതിനാൽ തന്നെ മുൻ DCC അധ്യക്ഷനായിട്ടുള്ള ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് റോഷി അഗസ്റ്റിൻ്റെ കുത്തക ഇടുക്കിയിൽ അവസാനിപ്പിക്കും എന്ന് തന്നെ കൃത്യതയോടുകൂടി വിലയിരുത്തുവാൻ സാധിക്കും. 5000-നും 10,000-നും ഇടയിലുള്ള ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെയായിരിക്കും ഇടുക്കിയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുവാൻ ഇത്തവണ റോയ് കെ പൗലോസ് വിജയിച്ച് കയറുവാൻ പോകുന്നത് എന്നാണ് ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പങ്കുവെക്കുവാനുള്ള വിലയിരുത്തൽ. ഇടുക്കി ജില്ലയിൽ അവസാനമായിട്ടുള്ളത് അല്ലെങ്കിൽ 5ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തൊടുപുഴയാണ്. തൊടുപുഴ നമുക്കറിയാം PJ ജോസഫിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. പതിറ്റാണ്ടുകളുടെ പാർലമെൻ്ററി ജീവിതത്തിൽ നിന്ന് PJ ജോസഫ് വിരമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബു ജോൺ ജോസഫാണ് ഇത്തവണ UDFന് വേണ്ടി ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അബു ജോൺ ജോസഫിന് എതിരാളിയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് യുവ നേതാവായ സിറിയക് ചാഴികാടനാണ് തൊടുപുഴയിൽ മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ കടുത്തുരുത്തിയിൽ മത്സരിച്ചാൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമായിരുന്ന സിറിയക് ചാഴികാടനെ തൊടുപുഴയിലേക്ക് അയച്ചത് എന്തിന് എന്ന് ചോദ്യം കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ പോലും സജീവമാണ്. തൊടുപുഴയിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന കേരള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരു വിഭാഗം ശക്തമായ വിയോജിപ്പ് ഈ തീരുമാനത്തോട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് നിന്ന് പരിപൂർണമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ മണ്ഡലത്തിൻ്റെ അതിരുകൾ തെറ്റിപ്പോയി മറ്റൊരു നിയോജക മണ്ഡലത്തിൽ കയറി വാഹന പര്യടനവുമായി പ്രചരണം നടത്തിയെന്ന അപമാനവും സിറിയക് ചാഴികാടന് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് അബു ജോൺ ജോസഫ് എന്ന PJ ജോസഫിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമി MLA ആയി നിയമസഭയിലും PJയുടെ പിൻഗാമിയായി എത്തുമെന്ന കാര്യവും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ്. 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അബു ജോൺ ജോസഫ് വിജയിക്കുമെന്നാണ് UDFും കേരള കോൺഗ്രസും ഇതിനോടകം തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ ഇടുക്കി ജില്ല തൂത്തുവാരാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും ഈ ജില്ലയിൽ കൃത്യമായ വ്യക്തമായ ഒരു മുന്നേറ്റമുണ്ടാക്കുവാൻ UDFന് സാധിച്ചിട്ടുണ്ട്. ആകെയുള്ള 5 സീറ്റുകളിൽ 3ഇടത്തും UDFൻ്റെ വിജയം ഉറപ്പാണ്. ഒരിടത്ത് നേരിയ മുൻതൂക്കം നിലനിൽക്കുമ്പോഴും മത്സരം പ്രവചനാതീതമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. LDFനെ സംബന്ധിച്ച് ഇടുക്കിയിൽ കനത്ത തിരിച്ചടിയാണ് അവർ നേരിടേണ്ടി വരുന്നത്. 4 സീറ്റുണ്ടായിരുന്ന അവർ 1 സീറ്റിലേക്ക് ചുരുങ്ങുവാനുള്ള സാധ്യതയുണ്ട്. LDFനെ സംബന്ധിച്ച് പരമാവധി 2 സീറ്റുകളിൽ മാത്രമാണ് ഇടുക്കിയിൽ വിജയസാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ അത് മധ്യ തിരുവിതാംകൂറിൽ അവർക്ക് ഏൽപ്പിക്കുന്ന ആഘാതം എത്രമാത്രം വലുതാണ് എന്ന് വിലയിരുത്തുവാൻ കഴിയുന്ന ഒരു ഉദാഹരണവുമായി മാറുകയാണ്. ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലസാധ്യതകളെക്കുറിച്ചുള്ള വിശകലനവും വിലയിരുത്തലും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.